റെസ്യൂമെ എന്ന് പറയുന്നത് നിങ്ങളിൽ പലർക്കും ക്രിയേറ്റ് ചെയ്യാൻ മടിയുള്ളതോ അല്ലെങ്കിൽ അറിയാത്തതോ ആയ ഒന്നാണ്. എന്നാൽ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും കൂടിയാണ്. ആസ് ആൻ ഇൻഡിവിജ്വൽ നിങ്ങളെ കാണുന്നതിന് മുന്നേ ഒരു ഓർഗനൈസേഷൻ കാണുന്നത് നിങ്ങളുടെ റെസ്യൂമെയാണ്. അപ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആൻഡ് പ്രൊഫഷണൽ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ചില പൊടിക്കൈകളാണ്. ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ ശ്രദ്ധിക്കും എന്നുള്ള ചില കാര്യങ്ങൾ. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ റെസ്യൂമെ ഒരു ഓർഗനൈസേഷന് അയക്കുമ്പോൾ അവർക്ക് ഇതുപോലെ ഏകദേശം 1000ഓളം അല്ലെങ്കിൽ 100ഓളം റെസ്യൂമേസ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളുടെ റെസ്യൂമെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റെസ്യൂമെ നിങ്ങൾ പരമാവധി പ്രൊഫഷണലും അട്രാക്റ്റീവും ആക്കാൻ നോക്കുക. കീവേഡ്സ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സെയിൽസ് മാനേജറിനുള്ള പോസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു സെയിൽസ് മാനേജറിന് എന്തൊക്കെ സ്കിൽസാണോ വേണ്ടത് അത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. രണ്ടാമതായിട്ട്, നിങ്ങളൊരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് സാമ്പിൾസ് റിവ്യൂ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് സാമ്പിൾസ് അവൈലബിൾ ആയിരിക്കും. അതിലേതെങ്കിലും ബ്രീഫായിട്ടുള്ള എന്നാൽ പ്രിസൈസ് ആയിട്ടുള്ള നിങ്ങളുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാമ്പിൾ എടുത്തിട്ട് അതൊന്ന് ചെക്ക് ചെയ്യുക. അത് ഫുള്ളൊന്ന് തെറുവിൽ നോക്കുക. അതെങ്ങനെയാണ്, അവരുടെ സ്കിൽസ് എങ്ങനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, അച്ചീവ്മെൻറ്റ്സ് എങ്ങനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്യുക. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രൊഫഷണൽ ഫോണ്ട് യൂസ് ചെയ്യാനാണ്. ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഫോണ്ട് അവൈലബിൾ ആയിരിക്കും. അത് ലെജിബിൾ ആണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇപ്പോൾ നമുക്ക് നോർമലി യൂസ് ചെയ്യുന്ന ഫോണ്ട് പറയുകയാണെങ്കിൽ ഏരിയൽ, കാലിബ്രി, അതുപോലെ ടൈംസ് ന്യൂ റോമൻ അതുപോലെയുള്ള ഫോൺസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഫോണ്ട് സൈസ്. അതെല്ലാം അൺഈവൺ ആയിട്ടാണോ കിടക്കുന്നതോ കറക്റ്റായിട്ടാണോ കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. നമുക്ക് നോർമലി യൂസ് ചെയ്യുന്ന ഫോണ്ട് സൈസ് പറയുകയാണെങ്കിൽ ഒരു 10 to 12 ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് റെലവൻറ്റ് ഇൻഫർമേഷൻ കൊടുക്കുക. അതും കറക്റ്റ് ഒരു ഓർഡറിൽ കൊടുക്കുക. ഇപ്പോൾ എല്ലാ ഇൻഫർമേഷനും വാരി വലിച്ചു കൊടുത്തിട്ടൊരു കാര്യമില്ല. ആ പോസ്റ്റിന് ആവശ്യമുള്ളത് കൊടുക്കുക. അതുപോലെ സ്കിൽസ് എല്ലാം കറക്റ്റായിട്ടുള്ളത് കൊടുക്കുക. അതുപോലെ ഇതെല്ലാം ഒരു ഓർഡറിൽ കൊടുക്കുക. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. അപ്പോൾ അതുപോലെ നമ്മൾക്കിപ്പം ഒരു റെസ്യൂമെ ഫോർമാറ്റ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് രണ്ട് ഇത് കാണാം. ഇപ്പോൾ റെസ്യൂമെ ഒബ്ജക്റ്റീവും കാണാം, റെസ്യൂമെ സമ്മറിയും കാണാം. ഇത് രണ്ടും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അച്ചീവ്മെൻറ്റ്സ്, എക്സ്പീരിയൻസസ്, അതുപോലെ സ്കിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ അച്ചീവ്മെൻറ്റ്സും എക്സ്പീരിയൻസസും ഒക്കെ കൊടുക്കുമ്പോൾ ഓണസ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു സ്കില്ലൊന്നും കൊടുക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു ഫ്രഷർ ആണെങ്കിൽ, നിങ്ങളിപ്പം കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രസൻറ്റേഷൻ നടത്തിയിട്ടോ ട്യൂഷൻ നടത്തിയിട്ടോ അതുപോലെ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടോ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ആസ് എ ഫ്രഷർ. അതുപോലെ ഇപ്പോൾ സ്കിൽസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പരമാവധി ഉള്ള സ്കിൽസൊക്കെ കൊടുക്കാം. ഇപ്പോൾ ലീഡർഷിപ്പ് സ്കിൽസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാം. അതിൻ്റെ കൂടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത സ്കിൽസ് ഒരിക്കലും കൊടുക്കാൻ മറക്കരുത്. നമ്മൾ താഴെ കൊടുക്കുമ്പോൾ ഒരിക്കലും അത് കൊടുക്കാൻ മറക്കരുത്. ഫൈനലി നിങ്ങളുടെ ക്രിയേറ്റ് ചെയ്ത റെസ്യൂമെ ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രാമറ്റിക്കൽ എറേഴ്സോ സ്പെല്ലിംഗ് മിസ്റ്റേക്സോ അതുപോലെ ഫോണ്ട് സൈസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തോറോലി ചെക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുക. ഒരു ബോണസ് ടിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ റെസ്യൂമെ ഒരു 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അല്ല, ഒരു കൊല്ലം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ഒരേ റെസ്യൂമെ കൊണ്ടിരിക്കരുത്. കാരണം ഓരോ ദിവസം കഴിയുന്നതിന് അല്ലെങ്കിൽ ഓരോ കൊല്ലം കഴിയുന്നതിന്, ഓരോ മാസം കഴിയുന്നതിന് നിങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൽസ്, അച്ചീവ്മെൻറ്റ്സ്, എക്സ്പീരിയൻസസ് എല്ലാം മാറും. അപ്പോൾ അതൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ നിങ്ങൾ റെസ്യൂമെ പരമാവധി അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുക. സോ ടു സം അപ്പ്, ഇതൊക്കെയാണ് നിങ്ങളൊരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. Try to create it by yourself and make it the best. Hope you found this video useful. Thank you and have a nice day.